ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് മിൽക്ക് വെച്ചിട്ട് ഉള്ളൊരു ഹൽവയാണ് കേട്ടോ. മിൽക്ക് ഹൽവയാണ് ചെയ്യുന്നത്. ദിവാലി സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഈ മിൽക്ക് ഹൽവ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റായിട്ട് ഇതുപോലെ ഒരു മിൽക്ക് ഹൽവ ചെയ്തെടുക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്കിപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മിൽക്ക് ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളെ ദിവാലി സ്വീറ്റായ മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ 1.5 ലിറ്റർ മിൽക്ക് ഇപ്പോൾ ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് വെച്ചിട്ടുള്ളത് ഒരു സ്റ്റീൽ പാത്രത്തിലാണ്. നിങ്ങളും ഇതുപോലെ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ അയേണ്ട പാത്രത്തിലോ വെക്കുന്നതായിരിക്കും നല്ലത്. നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ അലുമിനിയം പാത്രം ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. കാരണം ഇത് കുറേ നേരം ഇതിലിട്ട് വറ്റിച്ചെടുക്കണം പാല്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ചെറുതായിട്ട് കളറിന് ഡിഫറൻസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ അയണിൻ്റെ പാത്രം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ 1.5 ലിറ്റർ പാലിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് ഇത് പകുതിയായിട്ട് വറ്റിയിട്ട് വരണം. അപ്പോൾ ഇതിപ്പോൾ 1.5 ലിറ്റർ, ഇനി ഒരു 3/4 ലിറ്ററായിട്ട് ഇത് വറ്റി വരണം. അതിന് ശേഷം വേണം നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്നും ഇവിടെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന 1.5 ലിറ്റർ മിൽക്ക് ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പകുതിയിലേറെ ഇപ്പം വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഇതിനൊരു 45 മിനിറ്റ്സോളം എനിക്ക് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ആയി വരാനായിട്ട്. അപ്പോൾ നോക്കൂ, ഈ പാലിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടോ? ഇതിനകത്ത് അതിൻ്റെ ആ ഫാറ്റൊക്കെ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൈം ജ്യൂസ് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അത് വല്ലാണ്ട് ഇങ്ങനെ പിരിഞ്ഞ പോലെ വരും. അങ്ങനെ ആവരുത്. അപ്പോൾ ഇതൊരല്പം 1 ടീസ്പൂണേ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ചെറുതായിട്ട് തരിതരിന്നനെയായിട്ട് അത് പിരിഞ്ഞ് വരും. ആ സ്ട്രക്ചറാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്കിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ 1 ടീസ്പൂൺ ലൈം ജ്യൂസും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഈ സ്പൂണിലെടുത്തിട്ട് കണ്ടോ, ഇതേപോലെ ആയിരിക്കണം ഇരിക്കേണ്ടത്. അല്ലാതെ ഒരുപാട് അങ്ങ് പിരിഞ്ഞ് പോകരുത്. ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് സ്ട്രക്ചർ. നമ്മളപ്പോൾ മിൽക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് 200 ഗ്രാം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് മിൽക്കിന് കേട്ടോ. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കളറിന് ചേഞ്ച് വന്നു തുടങ്ങുള്ളൂ. അപ്പം നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഒരു 4 ട്രിപ്പായിട്ടാണ് പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ 1.5 ലിറ്റർ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 200 ഗ്രാം പഞ്ചസാര ചേർക്കുക. അതല്ല ഒരു ആവറേജ് മധുരം മതിയെന്നുണ്ടെങ്കിൽ 150 ഗ്രാം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഇട്ടാൽ മതി കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ മിൽക്ക് കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ നിന്ന് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു നെയ്യ് പരട്ടി വേറൊരു കേക്കിൻ്റെ ഒരു ടിന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു കേക്കിൻ്റെ ടിന്ന് ഇവിടെ നെയ്യ് പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളുടെ ഈ മിൽക്ക് കേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ കേക്ക് ടിന്നിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 1.5 ലിറ്റർ മിൽക്ക് എടുത്തപ്പോൾ ഇത്രയ്ക്കേ ഇതിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കടുത്ത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇപ്പോൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല കട്ടിയുള്ളൊരു ടർക്കി ഞാനിവിടെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടർക്കി ഡബിളായിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് ഈ ചൂട് നന്നായിട്ട് കുറേ സമയം നിൽക്കും. അപ്പോൾ ഒരു 4 hours നമുക്കിതിങ്ങനെ
തന്നെ വെക്കുക. അപ്പോൾ ഈ നമ്മളുടെ ഉണ്ടാക്കിയ മിൽക്ക് കേക്ക് ഉണ്ടല്ലോ അതിന് ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഇനി ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. നമ്മളുടെ മിൽക്ക് കേക്ക് ഇപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ? അപ്പം നമ്മളുടെ ഈസി ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതിനെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പൊട്ടിച്ചൊരെണ്ണം കാണിച്ചു തരാം. കണ്ടോ? കറക്റ്റ് കേക്കിൻ്റെ അതേ സ്ട്രക്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ എപ്പോഴും അളവ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് അളവ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മളിതിൽ പഞ്ചസാര ചേർക്കുമ്പോൾ പല സ്റ്റെപ്പുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക, ഒരുമിച്ച് ഇട്ട് കൊടുക്കാതിരിക്കുക. ഇങ്ങനെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.